നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എൻ്റെ അച്ഛൻ കെ ജനാർദ്ദൻ നായർ, റിട്ടയേർഡ് ഹൈസ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുകയാണ്. അദ്ദേഹം 1979 ഒരു സ്വയം സേവനായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വിട്ട് ഒരു സ്വയം സേവനായി. പിന്നീട് സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പല ചുമതലകൾ വഹിച്ചു. BMSൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായി 19 വർഷം ചുമതലയേറ്റു. അത് കഴിഞ്ഞിട്ട് കോന്നി ശബരി ബാലികാ സദനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ശബരി ബാലികാ സദനത്തിൻ്റെ രക്ഷാധികാരി ആയി ചുമതല വഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള അറിവ്, എന്തായിരുന്നു കമ്മ്യൂണിസം, പണ്ടത്തെയും ഇന്നത്തെയും കമ്മ്യൂണിസം, അതിനെപ്പറ്റിയുള്ള അറിവാണ് ഇവിടെ വിവരിക്കുന്നത്. കേൾക്ക്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്നത് ഏതാണ്ട് 1950 മുതലാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി ക്ലാസ്. പാർട്ടി മെമ്പർമാരെല്ലാം ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണ്. ഞാനും പല ക്ലാസ്സുകളിലും പോയിട്ടുണ്ട്. ഞാൻ പോയ ക്ലാസ്സുകളെല്ലാം പള്ളിക്കോട്ടായിരുന്നു. കൂട്ടുകാരൻ ഗംഗാധരൻ നായർ സാറും മുണ്ടക്കലെ വാസുവച്ചാണ്ടും ഒക്കെ ആയിരുന്നു. അവിടെ ഓരോരുത്തർ ഈ സ്റ്റഡി ക്ലാസ് എടുക്കുക, എങ്ങനെ ഈ പാവപ്പെട്ടവൻ വലിയവനെ താഴെ ഇറക്കി നാട്ടിൽ സമത്വസുന്ദരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാക്കും എന്നൊക്കെയാണ് പലരുടെയും പാർട്ടി ക്ലാസ്സുകൾ. ഉന്നതരായ ആളുകളും പലരും വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറി സത്യാനന്ദൻ നായർ, പിന്നെ വെലങ്ങുപാറ സുകുമാരന്, തലച്ചിറ സുകുമാരന്, ഇവരൊക്കെ ഞാൻ ഓർക്കുന്ന പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ. ഇവരൊക്കെ വരുമായിരുന്നു. ഇവർ വന്നിട്ട് ക്ലാസ് എടുക്കും. പിന്നെ ഞങ്ങൾ നോട്ടൊക്കെ എഴുതി തയ്യാറാക്കുമായിരുന്നു. ഇങ്ങനെ ആ സിസ്റ്റം മാറിയത് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടി. ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം. അവർ ഭരണത്തിൽ വന്നു. ഇവിടുത്തെ ബാക്കിയുള്ളവരെല്ലാം കൂടെ കമ്മ്യൂണിസ്റ്റുകാരെ താഴെ ഇറക്കാൻ വേണ്ടി വിമോചന സമരം എന്ന് പറഞ്ഞൊരു സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിൻ്റെ ഇടയിൽ നെടുകെ പാർട്ടി ക്ലാസ്സുകൾ വിമർശിക്കപ്പെടുകയും അത് അധിക്ഷേപമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് അത് നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അതവിടെ തന്നെ പറയുന്നുടനെ തന്നെ ആളുകൾ വിശദമായിട്ട് പറയും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളം പറയില്ല, സത്യസന്ധമായിട്ട് പറയും. ആഹാരമൊക്കെ കൂടുതലും വെജിറ്റേറിയൻ ആഹാരം, ലളിതമായിട്ടുള്ള ആഹാരം, ലളിതമായിട്ടുള്ള വസ്ത്രധാരണ രീതി, മാന്യമായിട്ട് ആളുകളോട് സംസാരിക്കുക, ഈ രീതികളൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അനുവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വിടുമായിരുന്നു. ഏറെക്കുറെ ആ ലൈനിൽ തന്നെയാണ് ആളുകൾ ജീവിച്ചു പോകുന്നത്. എന്നേക്കാൾ മുമ്പേ വാഴമുട്ടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൂട്ടുപുഴക്കഴുക്ക് ഗംഗാധരൻ നായർ സാറ്, പിന്നെ വള്ളിക്കോട്ട് കുരുമ്പേരി കരുണാകരൻ, KN സത്യവ്രതൻ, ഇവരൊക്കെ ആയിരുന്നു. അവരായിരുന്നു വാഴമുട്ടത്തും വന്ന് പ്രവർത്തിച്ചത്. അന്ന് ഗുണ്ടായുസം മുഴുവൻ കോൺഗ്രസ്സുകാർക്കാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഗുണ്ടയാവില്ല. ഇവിടെ സ്വാഭാവികമായിട്ട് ഒറിജിനലായിട്ട് ഗുണ്ടയായിട്ടുള്ള വഴക്കുണ്ടാക്കാൻ നടക്കുന്ന ഒരു കാമുറി രാഘവക്കുറുപ്പ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. അവിടുന്ന് അയാൾ കോൺഗ്രസ്സിൽ പോയി വിമോചന സമരത്തോടുകൂടി. അപ്പോൾ എല്ലായിടത്തും വന്ന് പറഞ്ഞു, നിങ്ങളും കോൺഗ്രസ് വരണം. അങ്ങനെ പോകാനൊക്കും. പോകാത്തടത്തൊക്കെ അയാൾ പോയി ചീത്ത വിളിക്കുകയും ചിലരെയൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടുത്തെയും പഠിക്കാൻ വന്ന് ചീത്ത പറഞ്ഞു. കാവുമുറി രാഘവക്കുറുപ്പ്
അത് നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ കൃഷ്ണക്കുറുപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ അവരുടെ ആ കുടുംബമേ അവിടെ ഇല്ല, എല്ലാം നശിച്ചുപോയി. പിന്നെ എന്നിട്ട് ഞാനിതേപ്പറ്റി അന്നൊരു സഖാവ് കോശിയുണ്ട് പൂങ്കാവിൽ, കോശിയോട് പറഞ്ഞു, അവൻ ഞങ്ങളെ അടിക്കുമെന്നും പറഞ്ഞ് നടക്കുക. അപ്പോൾ കോശി പറഞ്ഞു, ഞാൻ ഈ അടിപിടി ഗുണ്ടായുസത്തിൽ വിശ്വസിക്കുന്നവനെ അല്ല, അടിക്കുക എന്നേ കൊള്ളുക. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ അങ്ങ് കൊണ്ടാലോ, ചിലതൊക്കെ നമ്മൾ സഹിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് കമ്മ്യൂണിസം പഠിപ്പിക്കുന്നത്. അല്ല നമ്മൾ തിരിച്ചക്രമത്തിന് പോയാൽ എങ്ങും എത്തില്ല. ഇപ്പോൾ കുറേ പേര് തിരിച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സഖാവ് കോശി പറഞ്ഞതാണ്. ഇപ്പോൾ ചിലർ തിരിച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പൂർണ്ണ സമാധാനപരമായിട്ടുള്ള നീക്കമായിരുന്നു അവരുടെ ആ കാലത്തെ. മദ്യപാനം പാടില്ല, മദ്യപിച്ച് ഒരാൾ പാർട്ടി ക്ലാസ്സിന് വന്ന അയാളെ അതിന് ഇറക്കി വിടുമെന്ന് മാത്രമല്ല, അയാളുടെ പേര് ശിക്ഷാ നടപടിയും സ്വീകരിക്കും. ശിക്ഷാ നടപടി എന്തോ കുറേ ദിവസം മാറ്റി നിർത്തുകയോ അല്ലെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കുകയോ ഒക്കെ ചെയ്യും, പറയുകയേ ഉള്ളൂ. അല്ലാതെ നോട്ടീസ് അടിച്ചിറക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ ആഡംബരം പിന്നെ സ്വീകരിക്കാൻ, ആഡംബരമായിട്ട് നടക്കാനും വീടുകളൊക്കെ ഒരു വലിയ വീടുകളൊന്നും ഉണ്ടാക്കാൻ പാർട്ടി സമ്മതിക്കില്ലായിരുന്നു. ലളിതമായ ജീവിതം അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നിഷ്കർഷിച്ചിരുന്നത്. ഏറെക്കുറെ പാർട്ടി സഖാക്കന്മാർ ആ നിലയിൽ ആണ് അന്ന് ജീവിച്ചിരുന്നത്. എൻ്റെ ബാല്യകാലം ഞാൻ ഓർക്കുന്നു, ഒരു സഖാവ് ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തുവായിരുന്നു അയാളെ ഒരു പ്രത്യേക പേരില്ലായിരുന്നു, ഒരു കനം കുറഞ്ഞ പുള്ളി ഇങ്ങനെ ഓരോരുത്തർക്കും മാറി താമസിച്ചു പാർട്ടിക്കൊന്നും വലിയ പ്രാമുഖ്യമൊന്നും ഇല്ലാത്ത കാലമാണ് എൻ്റെ ചെറിയ കാലത്ത്. അയാളുടെ പേര് ഞാനങ്ങ് പറഞ്ഞു. അന്നത്തെ കമ്മ്യൂണിസവും ഇന്നത്തെ കമ്മ്യൂണിസവുമായിട്ടുള്ള വ്യത്യാസം, ഇന്ന് കമ്മ്യൂണിസം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ ഏതൊക്കെ നിലയിൽ ഈ പടി എവിടെയൊക്കെ കൊണ്ടുവെക്കണമെന്ന് വെച്ചാൽ അവരങ്ങനെയൊക്കെ ചെയ്യും, അവർ ചവിട്ടി കയറാൻ നോക്കും. ഇപ്പോഴത്തെ കമ്മ്യൂണിസം മുതലാളിത്ത കമ്മ്യൂണിസം അല്ലേ? മുതലാളിത്ത കമ്മ്യൂണിസം. കോൺഗ്രസുമായിട്ട് അവർക്ക് ഒരു വ്യത്യാസമില്ല. അവരുടെ ജീവിത രീതിയിലും പിന്നെ അവരുടെ പെരുമാറ്റത്തിലും ഒന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ചില നേതാക്കന്മാർക്കുണ്ട്. ഏതെങ്കിലും നേതാവിനെ അച്ഛന് പറയാൻ പറ്റുമോ? പിന്നെ ഈ വൈക്കം വിശ്വന് അതുപോലുള്ള ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവർ ആദർശപരമായിട്ടാണ് സംസാരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ ഒരു ക്രിമിനലാണ്. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിനെ വെട്ടിക്കൊന്നുകൊണ്ടാണ് പിണറായി വിജയൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അവരുടെ നാട്ടിൽ പിണറായിയിൽ വേറൊരു പാർട്ടിയില്ല. ഈ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യക്കാരൻ, അയാൾ അവിടെ കണ്ട് RSSൻ്റെ ശാഖയിൽ പോയി ഒരു ട്രൗസറുമൊക്കെ ഇട്ട്. ഇത് വിജയൻ അറിഞ്ഞപ്പോൾ വിജയന് ഭയങ്കര പ്രകോപനമായി. അവിടുന്ന് വന്ന് വിളിച്ചിറക്കി കഴുത്ത് വിട്ടുമായിരുന്നു. 1967 അന്ന് EMSൻ്റെ മന്ത്രിസഭ ഉണ്ടായതുകൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടു. ക്രൂരനാണ്, അന്നും ക്രൂരനാണ്, ഇന്നും ക്രൂരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ക്രൂരനാവാൻ പാടില്ല. അവൻ മനുഷ്യസ്നേഹിയായിരിക്കണം. അവൻ ജീവിക്കേണ്ടത് മനുഷ്യന് മാതൃകയായിട്ട് വേണം ജീവിക്കാൻ. അങ്ങനെയായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില പ്രിൻസിപ്പിൾ ഉണ്ടാകണം, അത് കാത്തു സൂക്ഷിക്കണം എന്നാഗ്രഹിച്ചിരുന്നവരാണ്. കുടുംബപരമായിട്ട് നമ്മുടെ കുടുംബം എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ. ഈ അങ്ങയിൽ ഗോലമച്ചാണ്, പിന്നെ പടിഞ്ഞാറ്റങ്കര ചിറ്റപ്പന്മാർ ഒക്കെ എല്ലാം കമ്മ്യൂണിസ്റ്റായിരുന്നു. കോൺഗ്രസ്സുകാർ ഗുണ്ടകളായിരുന്നു. വേലപ്പൻ അണ്ണാച്ചി, പന്തളം ജോർജ്, കാടൻ ചമ്മയിൽ, ഇവരൊക്കെ ആയിരുന്നു അവരുടെ ഗുണ്ടകൾ എന്ന് പറയുന്നത്. കാമുലി രാവക്കുറുപ്പ്. പിന്നെ ഏറ്റുമുട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിയുണ്ട്. മാർക്സിസ്റ്റുകാരുടെ കൂടെ അല്ലയോ ഈ പുറത്തെ പുരുഷോത്തമ ചാണ്ടൊക്കെ ഇച്ചിരി ശാരീരികമായിട്ട് തടിയുള്ള ഒരാളാണ് പുരുഷോത്തമ ചാണ്ട്. ഇങ്ങനെയൊക്കെ അടിച്ചാലും ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു പേടി അവർക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് എന്നാലും ഈ കേരളത്തിലൊട്ടാകെ കോൺഗ്രസിന്റെ ഗുണ്ടായിസം ആയിരുന്നു. ഒരുപാടടുത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. അടിയന്തരാവസ്ഥക്കാലത്ത് ഭയങ്കരമായ ക്രൂരത്വം ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥയാണോ? അല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് അടിയന്തരാവസ്ഥ 75-ലാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇതെന്ന് പറയുന്നത് ഒരു 50 കാലങ്ങളിലാണ്. 50 കാലങ്ങളിലാണ്, 10 കൊല്ലത്തിന് മുമ്പ്. അന്നത്തെ കമ്മ്യൂണിസവും ഇന്നത്തെ കമ്മ്യൂണിസവുമായിട്ട് അന്ന് ആദർശത്തിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് എത്തിച്ചേരുന്നത്. എന്തിന് നീ കമ്മ്യൂണിസ്റ്റായി എന്ന് ചോദിച്ചാൽ, ആ ഒരു ചോദ്യം ഈ സ്റ്റഡി ക്ലാസ്സിലൊക്കെ ചോദിക്കും. അവനതിന് വ്യക്തമായി മറുപടി പറഞ്ഞു വെക്കത്തുള്ളൂ. ഞാൻ ഈ സമൂഹത്തിൽ സ്ഥിതി സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റായിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഇടയിൽ ഇല്ലാത്തവനും വലിയവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കണം, എല്ലാവരും തുല്യരാവണം, പിന്നെ സമ്പത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും. ഇതായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. അന്നത്തെ പാർട്ടി ക്ലാസ്സില് ഈ പരിപ്പുവടയും കട്ടൻ ചായയും ബീഡി അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് പരിപ്പുവടയും കടുങ്കാപ്പിയും പിന്നെ ബീഡിയായിരുന്നു. മിക്കവാറും എല്ലാവരും ബീഡി വലിക്കുമായിരുന്നു. കമ്മിറ്റിയിലും വലിക്കുമായിരുന്നു. ആ അല്ലല്ല. അച്ഛൻ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറി സംഘത്തിലേക്ക് RSSലേക്ക് വരാൻ കാരണം എന്താ? RSSലേക്ക് വന്നത് കമ്മ്യൂണിസം ഒരുപാട് മാറി. അതിനെ ആദർശത്തിൽ നിന്ന് അത് തെറ്റി മാറി. പിന്നെ 78 കാലങ്ങളിലാണ് ഞാൻ കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി സംഘവുമായിട്ടൊക്കെ പരിചയപ്പെടുന്നത്. സംഘവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ കുറേ കൂടി അടിസ്ഥാനപരമായിട്ട് ഒരു ആദർശത്തിൻ്റെ പേരിൽ നിൽക്കുന്ന, ദേശീയതയുടെ പേരിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് മനസ്സിലാക്കി അവരുടെ ആദർശമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇത് എന്നെ ശത്രുവായി കണ്ടത്. നിലയ്ക്കൽ സമരകാലത്തുള്ള കാര്യങ്ങൾ പറയാം. 1983 തോന്നുന്നു നിലയ്ക്കൽ സമരം ഉണ്ടാകുന്നു. അവിടെ ഈ നിലയ്ക്കൽ അമ്പലത്തിൻ്റെയും പള്ളിയിറക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെയും ഇടയ്ക്ക് ഒരു കുരിശ് ഒരു ദിവസം ഉയർന്നു. ഇതാണ് നിലയ്ക്കൽ സമരത്തിന് വഴി തെളിച്ചത്. അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞു. അത് എടുക്കത്തില്ല, കെ കരുണാകരനാണ് അത് കുളമാക്കിയത്. അത് അങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് മാറ്റാമെന്നൊക്കെ പറഞ്ഞു. നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ അതൊന്നും സമ്മതിക്കത്തുമില്ല. ഒടുവിൽ കേരളം മുഴുവൻ നിലയ്ക്കൽ ആക്ഷൻ അതിനെ സംബന്ധിച്ച് ആക്ഷൻ കൗൺസിലുകളുണ്ടാക്കി യോഗങ്ങളും പ്രതിഷേധ യോഗങ്ങളും ധർണയും അതും ഇതുമൊക്കെ സംഘടിപ്പിച്ചു. കേരളത്തിൽ അന്ന് ഏറ്റവും കാര്യക്ഷമമായിട്ട് നിലയ്ക്കൽ ആക്ഷൻ പ്രവർത്തിച്ചത് പത്തനംതിട്ട താലൂക്കിലാണ്. ഞാൻ താലൂക്ക് കൺവീനറായിരുന്നു. കുമ്മനം രാജശേഖരൻ ഇവിടെ വരികയൊക്കെ ചെയ്ത്. കുമ്മനം രാജശേഖരൻ അന്നൊരു 10-22 വയസ്സ് കാണുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അന്ന് മുതലാണ് കുമ്മനത്തിൽ കൂടിയാണ് ആക്റ്റീവായിട്ട് കുമ്മനത്തിൽ കൂടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു സ്വയം സേവകൻ ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ ത്യാഗം സഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ വേറെ കണ്ടിട്ടില്ല, അന്നും ഇന്നും കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലും ഇല്ല, RSS ആയിരുന്നപ്പോൾ RSSകാരുടെ കൂട്ടത്തിലും കുമ്മനത്തിൻ്റെ കൂട്ടി ത്യാഗം സഹിക്കുന്ന വ്യക്തി. പക്ഷെ അവരാരും ഇതുപോലെ ത്യാഗം സഹിക്കില്ല. ത്യാഗം സഹിക്കാൻ അങ്ങനെ വിടത്തില്ലല്ലോ. കുമ്മനം അങ്ങനെയല്ലോ, സ്വയമേ പട്ടിണി 4 ദിവസം പട്ടിണി ഇരുന്നാലും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നടന്നാലും അങ്ങനെ നടക്കും. അതിനാരോടും പരാതി പറയത്തില്ല, അതിനെ പറ്റി പുള്ളി ശ്രദ്ധിക്കത്തുമില്ല. കമ്മ്യൂണിസത്തെ പറ്റിയുള്ള അഭിപ്രായമാണ്. കമ്മ്യൂണിസം അതിൻ്റെ ഒരിക്കലും നിൽക്കില്ല, ഒരിക്കലും നിൽക്കത്തില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിലനിൽക്കത്തേ ഇല്ല, അത് സ്വയമേ ഇല്ലാതായി പോവുകയുള്ളൂ. അതിൻ്റെ കാരണം അതിന് ആദർശമില്ല. അതിന് ആദർശം അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശമൊന്നും ഇന്ന് പറഞ്ഞാൽ ആരെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ കൂടെ പോകും? ആരും അതിൻ്റെ കൂടെ പോകത്തില്ല. അതിൻ്റെ ആദർശം കാലഹരണപ്പെട്ടു. എനിക്കൊന്നും എന്താ പറയുക?